എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഫൈനലി വീക്കെൻഡ് അടുത്തു അല്ലേ? ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞാൽ വീക്കെൻഡായി നമുക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഒരു തീരുമാനമെടുത്ത് വരാൻ മടിച്ചു നിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ബേസിക്കലി ഒബ്സ്റ്റക്കിൾസ് തന്നെയാണ് നോക്കുന്നത്. ഞാൻ 2 പൈലായിട്ട് നോക്കിത്തരാം കേട്ടോ. ഫസ്റ്റ് പൈൽ ഇതാണ്. രണ്ടാമത്തെ പൈൽ. ഇതിലേതാണോ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് അത് ചൂസ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, പൈൽ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യരുത്. കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ, എക്സാക്റ്റ് സിറ്റുവേഷൻ എന്താണെന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും അത് ന്യൂട്രലായിട്ട് നിന്ന്, ഒരുപാട് സന്തോഷിക്കാൻ വേണ്ട, ഒരുപാട് ദുഃഖിക്കാൻ വേണ്ട. ഓക്കെ, ഒരു ഗൈഡൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. ആദ്യത്തെ പൈല് ആർക്ക്? ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് വരാത്തത്? ഒരു തീരുമാനം എടുക്കാത്തത് എന്തുകൊണ്ടാണ്? അവർക്കൊരു ക്ലോഷർ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? എൻ്റെ വ്യൂവേഴ്സിന് ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് അവരെ തടയുന്നത്? എൻ്റെ വ്യൂവേഴ്സിനെ പേഴ്സണെ തടയുന്ന ആ ഒരു ഘടകം എന്താണ്? വ്യൂവേഴ്സിനെ പേഴ്സണെ തടയുന്ന ആ ഒരു ഘടകം എന്താണ്? ഞാൻ കണ്ണടച്ച് ഷഫിൾ ചെയ്യുവാണേ, എനിക്ക് റെയിൻബോ കാണുന്നു. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 2 of wands, 6 of wands, page of wands, 3 of pentacles, okay, chariot, ace of wands, queen of swords, bottom, hermit. ഒരുപാട് പേര് ജഗ്ലിങ് തന്നെ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് നാച്ചുറലി അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് അവരുടെ കുടുംബത്തിൻ്റെ മൊത്തം ഭാരവും ഇവരുടെ ചുമലിലായിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അതേപോലെ ഒരു മേജർ കാസ്റ്റ് കൾച്ചർ, അതേപോലെ സോഷ്യൽ സ്റ്റാറ്റസ്, റിലീജിയൻ ഡിഫറൻസ്, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതുമെല്ലാം ഒരു ഫാക്ടറായിട്ട് അവർക്ക് തടസ്സമായിട്ട് അവിടെ തോന്നുന്നുണ്ട് കേട്ടോ. അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ട്. മെയിനായിട്ട് റെസ്പോൺസിബിലിറ്റിയാണ്, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ കൂടുതലായിട്ടും കാണുന്നത്. ഇദ്ദേഹം അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള എന്താ പറയുക, ആദ്യത്തെ മകനോ മകളോ അങ്ങനെ ആയിരിക്കാം. ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ അവരുടെ വീട്ടിലുള്ള ഏർണിംഗ് മെമ്പർ, പൈസ സമ്പാദിക്കുന്ന ജോലിയുള്ള ഏക വ്യക്തി ഇദ്ദേഹമായിരിക്കാം. അതും ഒരു തടസ്സമാണ്. അപ്പോൾ വീട്ടുകാർക്ക് പ്രൊവൈഡ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ആ റെസ്പോൺസിബിലിറ്റി അവർക്ക് ഒരു വലിയ തടസ്സമാണ് അവിടെ കേട്ടോ. 2 of wands, ലോങ് ഡിസ്റ്റൻസ് ഒരു പ്രശ്നമാണ്. പലർക്കും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഒരു ജഗ്ലിങ്ങിലാണ് അവർ. അതുകൊണ്ട് തന്നെ രണ്ടും കൊണ്ട് തന്നെ ഈ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഉടനെ വന്ന് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും പലർക്കും ഉണ്ട്. ഇത് രണ്ടും കൂടി ആവുമ്പോൾ ഭയങ്കരമായിട്ടൊരു ജഗ്ലിങ്ങിൽ അവർ വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതൊരു മേജർ തടസ്സമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. 6 of wands, പ്ലീസ് ക്ലാരിഫൈ. 6 of wands, ക്ലാരിഫൈ. 6 of wands, എന്തുകൊണ്ടാണ് അവിടെ 6 of wands വന്നത്? ഡിവൈൻ, എന്താണ് അവിടെ തടസ്സം? നയൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 5 of pentacles. ഇവർ സ്വയം തന്നെ ഒരു തടസ്സമാണ്. അതായത് ഇവരുടെ ചിന്താഗതി ഒരു 9 of pentacles എന്ന് പറയുമ്പോൾ സെൽഫ് കെയർ, സെൽഫ് ലവ് അങ്ങനെയാണ്. അവർ കുറച്ച് സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ആൾ. ഓക്കെ, മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്.
സ്നേഹം ഇല്ലായ്കയൊന്നുമല്ല, പക്ഷേ അവർക്ക് മുന്നോട്ട് വരാൻ അവർ തന്നെയാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. അവരുടെ തീരുമാനം എടുക്കാൻ ഉള്ള ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. കൺഫ്യൂഷനിൽ, ജഗ്ലിങ്ങിൽ നിൽക്കുന്നു. അതൊരു തടസ്സമാണ്. അവർക്ക് നിങ്ങളെയും വിടാൻ വയ്യ, എന്നാൽ അവരുടെ സൗകര്യങ്ങൾ മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് തീരുമാനിക്കാനും വയ്യ എന്നുള്ളൊരു സ്ഥിതി. അവർക്ക് അവരുടെ ഫൈനാൻഷ്യൽസ് നോക്കണം, അവരുടെ വീട്ടിലെ മറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നോക്കണം. അതെല്ലാം ശേഷമാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ പ്രയോറിറ്റിയിൽ വരുന്നത്. മനസ്സിലായോ? അത് തന്നെയാണ് അവിടെ തടസ്സവും. ഒരു ഈഗോ ഇഷ്യൂ ആയിരിക്കാം. അവർ സ്വയമാണ് ആദ്യം പ്ലേസ് ചെയ്യുന്നത്, സ്വന്തം കാര്യമാണ് ആദ്യം പ്ലേസ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്ഥാനം അതിന് ശേഷം മാത്രമേ അവിടെ വരുന്നുള്ളൂ. അവർ ഒരിക്കലും ഒരു മാപ്പ് പറയുക, അവരുടെ തെറ്റാണെന്ന് അറിഞ്ഞാൽ തന്നെ ഒരു മാപ്പ് പറയുക, അങ്ങനെയൊന്നും അവർ ചെയ്യണ്ടാവില്ല. അതൊരു വലിയ തടസ്സമാണ്. സ്വയമാണ്, അവർ തന്നെയാണ് ഒരു തടസ്സമായിട്ട് അവിടെ കാണുന്നത് കേട്ടോ. അടുത്തത് പേജ് ഓഫ് വാൻസ്. ക്ലാരിഫൈ പേജ് ഓഫ് വാൻസ്. Clarify page of wands. Clarify page of wands. Queen of Pentacles. Nine of wands. അവിടെ നിങ്ങൾ ഇൻ കമ്മ്യൂണിക്കേഷനൊക്കെയാണ്. ഞാനത് എപ്പോഴും പറയാറുണ്ട്. ഇവർ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ജോലി ഒന്നും ആയിട്ടില്ല, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ അവരുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി ആയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത്. അത് ഒരു മേജർ തടസ്സമാണ് അവർക്ക്. അപ്പോൾ ഒരു ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് റിലേഷൻ വേണം, ഒരു കല്യാണം വേണമെന്നൊന്നും അവിടെ പറയാൻ സാധിക്കില്ലല്ലോ. അത് തന്നെയാണ് അവിടെ ഒരു മേജർ തടസ്സമായിട്ട് അവരുടെ മുന്നിലുള്ളത്. നിങ്ങൾ ഇൻ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കേട്ടോ, നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടായിരിക്കും, അതെല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ തടസ്സം കരിയർ ആയതിനു ശേഷം കല്യാണത്തിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ അവരൊരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, 3 ഓഫ് പെൻറ്റക്കിൾസ് അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. മെയിനായിട്ടൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ 3 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 3 ഓഫ് പെൻറ്റക്കിൾസ്. കിങ് ഓഫ് വാൻഡ്സ് ആൻഡ് 7 ഓഫ് കപ്സ്. അവർക്ക് ഒരുപാട് നിങ്ങളുടെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിലും അവിടെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് വളരെയധികം കൂടുതലാണ്. ഒന്നിലധികം കാര്യചുമതലകൾ ഇവരുടെ ചുമലിലുണ്ട്. ഓക്കെ, അവർ അതിലെല്ലാം ഡിസ്ട്രാക്റ്റഡ് ആണ്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഡേ ഡ്രീമിങ് എനർജിയിലാണ്. മനസ്സിലായില്ലേ? ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ 2 രീതിയിൽ ഇത് എടുക്കാം. ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അതായത് നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അവർ മാരീഡ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ളൊരു ഭയം. നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്, പക്ഷേ മനസ്സിലിങ്ങനെ സംസാരിക്കണം, പ്രപ്പോസ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ചിന്ത തുടർച്ചയായിട്ട് വരാറുണ്ടെങ്കിലും അവരെ തന്നെ സ്റ്റോപ്പ് ചെയ്യാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കാം, അവർ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ മാരീഡ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്താൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയം, അതുമായിരിക്കാം. അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് പോലെയുമായിരിക്കാം. ഓക്കെ, കൂട്ടുകാരോട് ഇവർ സംസാരിക്കുന്നുണ്ടാവും, കൂട്ടുകാരോട് ഈ കാര്യങ്ങളൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എങ്ങനെ ഇത് മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള കാര്യമൊക്കെ ഇവർ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഒരേ ടീമിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്ത് വിചാരിക്കും എന്നുള്ള ഭയം, അങ്ങനെ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയാതിരിക്കുന്ന, മനസ്സിൽ ഭയങ്കര ഇഷ്ടമാണ്, തുടർച്ചയായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ പറ്റിയിട്ട് എന്നുള്ളൊരു ഒരു സിറ്റുവേഷനാണ് അവിടെ. നിങ്ങൾ ഡേ ഡ്രീമിംഗ് എന്ന് പറയില്ലേ, കണ്ണ് തുറന്ന് വെച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, ആ ഒരു സിറ്റുവേഷനാണ്. ഹൈലി അട്രാക്റ്റഡ് ആണ് ഇവർ നിങ്ങളുമായിട്ട് കേട്ടോ. ക്ലാരിഫൈ ദ ചാരിയറ്റ്. ക്ലാരിഫൈ ദ ചാരിയറ്റ്. അത് ലോങ് ഡിസ്റ്റൻസും ആണ്. ക്ലാരിഫൈ ദ ചാരിയറ്റ്. ക്ലാരിഫൈ ദ ചാരിയറ്റ്. ജസ്റ്റിസ്. 4 ഓഫ് പെൻറ്റക്കിൾസ്. ലോങ് ഡിസ്റ്റൻസ് ആണ്. ഇവരൊരു യൂണിഫോംഡ് ജോബിലൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. ഒരു കേസ് അവിടെ അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. സെപ്പറേഷൻ കേസ് ആയിരിക്കാം, എന്ത് കേസ് തന്നെ ആയാലും മെയിനായിട്ട് സെപ്പറേഷൻ കേസാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസും ആണ്. ജോലി സംബന്ധമായിട്ടൊക്കെ ഇവർ ലോങ്ങിലാണ് കേട്ടോ. അവിടെ നിങ്ങൾ ഹൈ ആയിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കേസിൻ്റെ ഒരു തീരുമാനം ആവാതെ അവർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ വെയിറ്റിങ്ങിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഒരു പൊസസീവ്നെസ് ഉണ്ട്, ഇൻസെക്യൂരിറ്റി ഉണ്ട്, നിങ്ങൾ അവരെ വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയമൊക്കെ അവർക്ക് ഉണ്ട് താനും. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇൻസെക്യൂറായിട്ട്, പൊസസീവായിട്ടും, മിസ്സിങ് ആയിട്ടും എല്ലാം അവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. Ace of Wands. Clarify Ace of Wands. Clarify Ace of Wands.
Clarify. Ace of Wands. Two of Swords. ആൻഡ് കിങ് ഓഫ് സ്വാർഡ്സ്. അവിടെ അവരുടെ ഈഗോ പ്രശ്നം മൂലം പ്രാക്ടിക്കൽ തിങ്കിങ് എല്ലാം നിങ്ങളുമായിട്ടുള്ളൊരു പുതിയ തുടക്കത്തിന് ഒരു റൊമാൻറ്റിക് ബിഗിനിങ്ങിന് തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ശരിയാവുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരുമല്ലോ. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ അവരൊരു തേർഡ് പാർട്ടി കാണും, അല്ലെങ്കിൽ ഇവരുടെ തീരുമാനം എടുക്കാൻ വൈകുന്നതുകൊണ്ടുള്ള ജഗ്ലിംഗ് ആണ്. അവർക്ക് കൺഫ്യൂഷനാണ്. ഇത് വേണോ? പ്രാക്ടിക്കൽ തോട്ട്സ് ആണ് കൂടുതലായിട്ടും. ഇത് വേണോ? ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് ശരിയാകുമോ? ഇതിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയൊക്കെ ഓവർ പ്രാക്ടിക്കലായിട്ടുള്ള ചിന്തകൾ അതും ഒരു തടസ്സമായിട്ട് അവിടെ കാണുന്നുണ്ട്. അവർക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനം എടുക്കാൻ ഇവർക്ക് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് എന്നുള്ളൊരു തീരുമാനം ഉണ്ടല്ലോ, അത് എടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അതാണ് അവിടെ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ. ക്വീൻ ഓഫ് സോർഡ്സ്. അതെ, ക്വീൻ ഓഫ് സ്പോർട്സ് ആണ്. നിങ്ങൾ ക്വീൻ ഓഫ് സ്പോർട്സ്. ഹൈ പ്രീസ്റ്റസ് എൻ്റെ അവിടെ അവരുടെ തേർഡ് പാർട്ടിനെയാണ് പേടിക്കുന്നത്. ഓക്കെ, ആ ഒരു ഫീമെയിൽ പ്രസൻസ് ഉണ്ട് ഇവരുടെ ലൈഫിൽ. നിങ്ങളിൽ ഉള്ള പുരുഷനുണ്ടല്ലോ, രണ്ടുപേരിലുള്ള പുരുഷൻ്റെ ലൈഫിൽ ഒരു ഫീമെയിൽ പ്രസൻസ് ഉണ്ട്. അത് അമ്മയായിരിക്കാം, വൈഫായിരിക്കാം, ആരോ ഒരാൾ. ഇവരുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പേഴ്സണെ ഇവർ ഭയക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ അറിഞ്ഞാൽ പ്രശ്നമാകും. നിങ്ങളുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് കൂടുതലായി സ്പൗസ് ആയിരിക്കാനാണ് സാധ്യത. ആ റിലേഷൻഷിപ്പ് അവിടെ എന്ത് ചെയ്ത് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തിനൊക്കെ ഇവർ ശ്രമിച്ചാൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ വരും, അവർ പ്രശ്നം ഉണ്ടാക്കും എന്നൊരു ഭയം അവർക്കുള്ളതായിട്ട് കാണുന്നു. ഒരു ഭയങ്കര സങ്കടത്തിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നതിൽ അവർക്ക് സങ്കടമുണ്ട്. ആ തേർഡ് പാർട്ടി അവർക്ക് ഭയമാണ് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, അവർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു ഭയം ഉണ്ട്. അമ്മയായിരിക്കാം, സ്പൗസ് ആയിരിക്കാം. ഓക്കെ, കൂടുതലായും സ്പൗസായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവരവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, ഒരു കേസിനൊക്കെ പോവും, അങ്ങനെയൊക്കെ ഒരു ഭയം ഉണ്ടായിരിക്കുമല്ലോ. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കാണാൻ സാധിക്കില്ല, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ അവർ പ്രശ്നം ഉണ്ടാക്കും എന്നൊരു ഭയം അവർക്കുള്ളതുപോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് മുന്നോട്ട് വരാത്തത്. ക്ലാരിഫൈ ദ ഹെർമിറ്റ്. ക്ലാരിഫൈ ദ ഹെർമിറ്റ്. ക്ലാരിഫൈ ദ ഹെർമിറ്റ്. അവർക്ക് അവരുടെ ലോൺലിനെസ്സിനെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അതാണ് അവർ ചിന്ത. അങ്ങനെ ഒറ്റയ്ക്കങ്ങ് ഇരുന്നാൽ മതി എന്നൊക്കെയുള്ളൊരു ചിന്തയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെയാണ് എനിക്ക് ഹെർമിറ്റിൻ്റെ കാർഡ് കാണുമ്പോൾ തോന്നുന്നത്. എംപറർ, ദ ഫൂൾ. അതാണ് അവർക്ക് അവരുടെ ഒരു പദവി, കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ ജീവിത ശൈലി, ഒരു ജീവിത രീതി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ടായിരിക്കുമല്ലോ. ചിലർക്ക് ഒറ്റപ്പെട്ടിരിക്കാനായിരിക്കും, അവരുടേതായിട്ടുള്ള ലോകത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കാനായിരിക്കും ഇഷ്ടം, അങ്ങനെ ആയിരിക്കും ശീലം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കോംപ്രമൈസ് ചെയ്യപ്പെടും അല്ലേ. അവരുടെ കംഫർട്ട്സ്, അവരുടെ ജീവിത രീതികളെല്ലാം അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടും. നിങ്ങളൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ ഏജ് ഡിഫറൻസ് കാണും ചിലപ്പോൾ. അപ്പോൾ നിങ്ങളൊരു റെസ്പോൺസിബിലിറ്റിയാണ് അവർക്ക് അവരുടെ ലൈഫിൽ. അവർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ വലിയ റിസ്ക്കാണ് എന്ന് ചിന്തിക്കുന്ന അങ്ങനെയും ആൾക്കാരുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളെ അവരുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് വരും. അത് വേണ്ട അവർക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. എനിക്ക് ഈ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുത്ത് തലയിൽ വയ്ക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, റിലിജിയൻ ഡിഫറൻസസ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു പ്രശ്നമാണ് എന്ന് ചിന്തിക്കില്ലേ. എന്തിനു വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ എടുത്ത് തലയിൽ വയ്ക്കുന്നു എന്നുള്ള ചിന്താരീതി അങ്ങനെയും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇത് ഏതൊക്കെ ആർക്കൊക്കെയാണോ റെസനേറ്റ് ചെയ്ത് അത്രയും മാത്രം എടുക്കുക. എല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ. ഈ പൈല് ചൂസ് ചെയ്തവരിൽ പല തരം ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. അതിൽ ചിലപ്പോൾ ഓരോ കാർഡ് ഓരോരുത്തർക്കായിരിക്കും റെസനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് റെസനേറ്റ് ആവുന്ന അത്രയും മാത്രം എടുക്കുക കേട്ടോ. ബാക്കി അങ്ങ് വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, ഇതായിരുന്നു പൈല് 1കാരുടെ റീഡിങ്. പിന്നെ നമുക്ക് പൈൽ 2ലേക്ക് പോവാം. ഇനി പൈല് 2കാർക്ക് ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിൻ്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടും
എന്തുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് ഒരു തീരുമാനവുമായി എത്താത്തത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് ഒരു തീരുമാനവുമായി വരാത്തത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് ഒരു തീരുമാനവുമായി എത്താത്തത്? എന്താണ് അവിടെ തടസ്സം? ഇതൊന്ന് പറഞ്ഞു തരും. എടുക്കാനേ സ്ട്രെങ്ത്, ഓക്കെ, 10 of Pentacles, Emperor, 9 of Swords, okay, Hanged Man, 6 of Swords, okay, Chariot, Devil, Empress, bottom of the deck. ക്ലാരിഫൈ ചെയ്ത് പോകുമ്പോൾ കാര്യങ്ങൾ അറിയാം കേട്ടോ. അവർക്ക് ആ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അവിടെ കുറച്ചുകൂടെ ക്ഷമയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഉടനെ എടുത്തു ചാടി അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ക്ഷമ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുകയാണ്. അവിടെ എന്തുകൊണ്ടാണ് ക്ഷമയുടെ ആവശ്യം വരുന്നത്? പറഞ്ഞു തരൂ. Give me one reason why they have to wait. അവിടെ കൂടുതലായും ഫൈനാൻഷ്യൽ തടസ്സമാണ് കാണുന്നത് കേട്ടോ. 9 of Pentaclesഉം 10 of Wandsഉം ആണ്. ഫൈനാൻഷ്യലി അവർ ബുദ്ധിമുട്ടിലാണ്. ആദ്യം ഒന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ അവർ ശ്രമിക്കുകയാണ്. അവരുടെ ഫൈനാൻഷ്യൽ തടസ്സങ്ങളെല്ലാം മറികടക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രൊസീഡ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ അതൊന്നാവുന്നത് വരെ, ആ തടസ്സങ്ങളൊന്ന് നീങ്ങും വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവരവിടെ പറയുന്നത് കേട്ടോ. 10 of Pentacles വെച്ച് തീർച്ചയായിട്ടും അവിടെ അവരുടെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരവിടെ അവർ മുന്നോട്ട് വരാത്തത്. വെയിറ്റല്ല, അവർ മുന്നോട്ട് വരാത്തത് അവർ ഫാമിലി ഉപേക്ഷിച്ച് അവർ യാതൊന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് കേട്ടോ. അവിടെ കൂടുതൽ പ്രയോറിറ്റി വരുന്നത് ഫാമിലിക്കാണ്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് അവിടെ മേജർ തടസ്സം. അതുകൊണ്ടാണ് അവർ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് വരാൻ മടിച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നത്. എംപറർ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ വീണ്ടും അവിടെ ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റി അവർക്ക് കാണുന്നുണ്ട്. ഇവർ ചിലപ്പോൾ ഇവരുടെ വീട്ടിലുള്ള മൂത്ത മകനോ മകളോ അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇവരായിരിക്കും ആ വീട്ടിലുള്ള ഏർണിംഗ് മെമ്പർ. അല്ലെ ഒരു സ്പൗസ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ സമ്പാദിച്ചിട്ട് വേണമായിരിക്കും അവരെ നോക്കാം. അല്ല അച്ഛൻ അമ്മയാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഇവരുടെ ചുമതലയാണ്. മനസ്സിലായല്ലോ? ആ രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ ഡിഫറൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഇതെല്ലാം അവർക്കൊരു തടസ്സമായിട്ട് അവിടെ ഫീൽ ചെയ്യുന്നു കേട്ടോ. ക്ലാരിഫൈ ദി എംപറർ, ക്ലാരിഫൈ ദി എംപറർ, ക്ലാരിഫൈ ദി എംപറർ. 7 of Swords and 9 of Wands തടസ്സം തന്നെയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. അവർക്ക് ആ തടസ്സം എന്താ പറയുക, ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരുന്നതിൽ നിന്നും സ്വയം ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ഫെൻസ് കെട്ടിയിട്ട് അപ്പുറേ നിൽക്കുക പറയില്ലേ, ഒരു മതിൽ കെട്ടിയിട്ട് അപ്പുറേ നിൽക്കുക, അങ്ങനെ നിൽക്കുന്നതായിട്ട് പകച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതിൽ നിന്ന് എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് വരണം എന്ന് അവർക്ക് പിടികിട്ടുന്നില്ല. അങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരാത്തത്. ക്ലാരിഫൈ 9 of Swords, ക്ലാരിഫൈ 9 of Swords, ക്ലാരിഫൈ 9 of Swords. അവിടെ ടെൻഷൻ, സ്ട്രെസ്സൊക്കെയാണ് കാണുന്നത്. ക്ലാരിഫൈ 9 of Swords. ദ മൂൺ, 5 of Pentacles, ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ആണ് കേട്ടോ. കടങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അവിടെ ടെൻഷനാണ് അവർക്ക്. ആ ഫൈനാൻഷ്യൽ സെറ്റിൽമെൻറ്റ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളവരെ വിട്ടു പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയവും അവർക്കുണ്ട്. അതെല്ലാം കൂടി സ്ട്രെസ്സാണ്. രാത്രി ഉറക്കമില്ല, ഇരുന്ന് ചിന്തിക്കലാണ്. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഒരു വശത്ത്, നിങ്ങളുടെ സ്നേഹം ഒരു വശത്ത്, നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു പേടി ഒരു വശത്ത്. ഇതെല്ലാം കൊണ്ട് സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫൈനാൻഷ്യൽ പ്രോബ്ലം സോൾവ് ചെയ്യാതെ അവർക്ക് മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ. 3 of Swords, Queen of Swords. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ്. ഇത് പ്രോപ്പർ ഫുള്ളി സെപ്പറേറ്റഡ് കേസ് ആയിരിക്കണം. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫാമിലി ആവാം, അവരുടെ സ്പൗസ് ആവാം. അതുകൊണ്ട് തന്നെ അവരുടെ ഇടപെടൽ കൊണ്ട് തന്നെ ആ ഒരു
ബന്ധം ടോട്ടലി സ്റ്റോപ്പായിട്ട് നിൽക്കുന്നതായിട്ട്, ടോട്ടലി സെപ്പറേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. അവിടെ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് ആ ഒരു തേർഡ് പാർട്ടിയുടെ അവിടെ ഒരു സ്റ്റക്കാണ്, അവിടെ നിന്ന് മുന്നോട്ട് വരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വരാത്തത്. ക്ലാരിഫൈ 6 of swords, clarify 6 of swords, clarify 6 of swords, 7 of cups, king of wands. ലോങ് ഡിസ്റ്റൻസ് ഒരു പ്രശ്നമാണ്. ജോലിക്കൊക്കെ ആയിട്ടായിരിക്കും ഇവർ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഹൈലി അട്രാക്റ്റഡ് ആണ്, പക്ഷേ അറ്റ് പ്രസൻറ്റ് പെട്ടെന്ന് ട്രാവൽ ചെയ്ത് വന്ന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവർ എബ്രോഡൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട്. വിചാരിച്ച ഉടനെ വന്ന് നിങ്ങളെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് പറ്റുന്നില്ല. നിങ്ങളൊരു വെയിറ്റിംഗ് പീരീഡിൽ ഇരുത്തിയിരിക്കുകയാണ്. അവർ ലീവിനൊക്കെ വരുന്ന സമയത്ത് മാത്രമേ നിങ്ങളെ വന്ന് കണ്ട്, പക്ഷെ അവിടെ ഒരു തേർഡ് പാർട്ടി ഒന്നും കാണുന്നില്ല കേട്ടോ. ഒരു ലോങ് ഡിസ്റ്റൻസ് ആണെന്നുള്ള ഒരു പ്രശ്നമേ കാണുന്നുള്ളൂ. ഒരുപാട് റെസ്പോൺസിബിലിറ്റിയാണ്. ഉടനെ അതെല്ലാം എടുത്തെറിഞ്ഞ് അവർക്ക് ഓടി വരാൻ പറ്റുന്ന സാഹചര്യമല്ല. ലീവൊക്കെ കിട്ടണമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ വെച്ചിരിക്കുകയാണ്. ഇവർ ഒരു മാനേജറിയൽ പൊസിഷനിലേക്ക് ഇരിക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ പെട്ടെന്ന് ലീവ് എടുത്ത് ചാടി പോരാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല അവർക്ക്. Clarify the chariot, clarify the chariot, clarify the chariot. Ace of wands, 6 of cups. ഇവിടെയും ലോങ് ഡിസ്റ്റൻസ് ആണ്. ഇവർ മിക്കവാറും യൂണിഫോംഡ് ജോബിലായിരിക്കും, യൂണിഫോം ധരിക്കേണ്ടതായിട്ടുള്ള ഒരു ജോബിലൊക്കെ ഇരിക്കുന്ന ഒരാളാണ്. നിങ്ങളെ ഓർക്കുന്നുണ്ട്. അവരുടെ ജോബാണ് അവിടെ തടസ്സമായിട്ട്. ഇവർ ആർമി, നേവി, എയർഫോഴ്സ് അങ്ങനത്തെ ജോബിലൊക്കെ ആണെങ്കിൽ, പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ജോലിക്ക് യൂണിഫോം ധരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇവർ അറ്റ് പ്രസൻറ്റ് ലോങ് ഡിസ്റ്റൻസിൽ ഇവരുടെ പോസ്റ്റിംഗ് ഒക്കെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അവിടെ ഇരുന്ന് നിങ്ങളെ ഓർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ ഇവർ ഒരുപാട് ഓർക്കുന്നുണ്ട്. എന്ത് തന്നെയല്ല, ഏത് ജോലി തന്നെ ആയാലും അറ്റ് പ്രസൻറ്റ് ഇവർ ഒരുപാട് ദൂരെയാണ് നിങ്ങളിൽ നിന്നും. നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു ബിഗിനിങ് വേണമെന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. അവിടെയും ഇതേ സിറ്റുവേഷനാണ്. പെർട്ടിക്കുലർലി യൂണിഫോംഡ് ജോബുള്ള ആൾക്കാരാണ് ഇവർ കേട്ടോ. ആ ജോലിയുടെ തടസ്സമാണ് അവിടെ. ആ ജോലിയിൽ ലീവ് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് വരാൻ സാധിക്കുള്ളൂ. അത് വിചാരിച്ച ഉടനെ ലീവ് കിട്ടുന്ന ജോലിയുമല്ല. അതാണ് അവരെ മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്തുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ലീവിനൊക്കെ വരുമ്പോൾ മാത്രമേ നിങ്ങളെ കാണാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ അവർക്ക് സമയം കിട്ടാറുള്ളൂ. അതിന് തടസ്സമുണ്ട് ഇപ്പോൾ എന്നുള്ള രീതിയാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് മുന്നോട്ടൊന്നും വരാത്തത് കേട്ടോ. വരുന്ന സമയത്ത് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങൾ ഇരുത്തുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ദ ഡെവിൾ, ക്ലാരിഫൈ ദ ഡെവിൾ, ക്ലാരിഫൈ ദ ഡെവിൾ. ഡെവിള് പറയുമ്പോൾ ഞാൻ പറയും അവരുടെ എന്താ പറയുക, അഡിക്ഷൻസ്, എന്തെങ്കിലും രീതിയിലുള്ള അഡിക്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു തടസ്സമായിട്ട് അവിടെ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് ക്ലാരിഫൈ ചെയ്തതിൽ നമുക്ക് വന്നത് 7 of wands and 5 of swords. അത് തന്നെയാണ് അവിടെ തടസ്സം കേട്ടോ. ഒബ്സെസ്ഡ് ബിഹേവിയർ, ചിലപ്പോൾ നിങ്ങളെ ഭയങ്കര ടോക്സിക് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യില്ലേ, അങ്ങനെ ആയിരിക്കാം. ഈഗോ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. നെഗറ്റീവായിട്ട് നിങ്ങളെ എപ്പോഴും താഴ്ത്തി സംസാരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ലിറ്ററലി അഡിക്ഷൻ, സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അങ്ങനത്തെ രീതിയിലുള്ള അഡിക്ഷൻസ്, മറ്റ് അഡിക്ഷൻസ്, അതിനൊക്കെ. അപ്പം നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് മാറ്റിയതിന് ശേഷം നമുക്ക് റിലേഷനെ പറ്റി ആലോചിക്കാമെന്ന് നിങ്ങൾ പറയുകയാണ്. ഓക്കെ, നിങ്ങളാണ് അവിടെ ആ ഒരു റിലേഷനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് കടം വാങ്ങിക്കുന്ന, ഇമ്പൾസീവായിട്ട് കടം വാങ്ങിക്കുന്നുണ്ടായിരിക്കും. അങ്ങനത്തെ ഇമ്പൾസീവ് ബിഹേവിയർ, പെട്ടെന്ന് ദേഷ്യപ്പെടുക, ദേഷ്യം വരുമ്പോൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുക, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ. അവിടെ നിങ്ങൾക്ക് അതിനി സഹിക്കാൻ വയ്യ എന്നുള്ള രീതി, ഈഗോ ഇഷ്യൂസ്, അത് നിങ്ങൾക്ക് സഹിക്കാൻ വയ്യ. നിങ്ങൾ ഈ സ്വഭാവം മാറ്റിയാൽ മാത്രം നമുക്ക് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞാണ്. അതുകൊണ്ടാണ് അവിടെ അവരത് തൽക്കാലം മാറ്റാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ അവരെ വെയിറ്റിംഗ് പീരീഡിൽ വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ ദി എംപ്രസ്, ക്ലാരിഫൈ ദി എംപ്രസ്, ക്ലാരിഫൈ ദി എംപ്രസ്. പേജ് ഓഫ് കപ്സ്, 5 of cups. അവിടെ നിങ്ങളെ ഒരുപാട് ഇഷ്ടം തന്നെയാണ്. ഓക്കെ, ഇവിടെ പ്രശ്നം എനിക്ക് തോന്നുന്നു ഇതിലുള്ള സ്ത്രീ, അതായത് ഈ റിലേഷനിലുള്ള സ്ത്രീ മാരീഡാണ്. ഓക്കെ, അവർക്ക് കുട്ടികളും ഉണ്ടായിരിക്കും.
അവിടെ മിസ്സിങ് എനർജിയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ആണ്, സംസാരിക്കാറൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ആ ലേഡി ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ലേഡി, അവർ ഒരു തീരുമാനം എടുക്കുന്നില്ല. അവിടെ തടസ്സമായിട്ട് വരുന്നത്. ഓക്കെ, കാരണം വീട്ടിൽ കുട്ടികളുണ്ടായിരിക്കും, മാരീഡ് ലേഡി ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, അവർക്ക് പെട്ടെന്ന് കുട്ടികളെയും ഫാമിലിയൊക്കെ എടുത്ത് എറിഞ്ഞ് നിങ്ങളുടെ ഒപ്പം വരാൻ, നിങ്ങളിൽ ആരാണോ പുരുഷൻ അവരുടെ ഒപ്പം വരാൻ തൽക്കാലം അവർ ഒരു തീരുമാനം എടുക്കുന്നില്ല. അങ്ങനെ ഒരു സ്റ്റക്കിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് അവിടെ വരുന്നു. അപ്പോൾ നിങ്ങളിൽ ആ പെയറിലുള്ള പുരുഷൻ അവിടെ ഒരു മിസ്സിങ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ഒക്കെയാണ്, സംസാരിക്കാറുണ്ടായിരിക്കും. പക്ഷെ ഫാമിലിയെ കോംപ്രമൈസ് ചെയ്തിട്ട് ഈ ലേഡി ഈ റിലേഷൻ മതി എന്ന് പറഞ്ഞ് വരാനുള്ള സാഹചര്യം ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് അവിടെ മിസ്സിങ് എനർജിയാണ്. ഇൻ കോണ്ടാക്റ്റ് ഒക്കെയാണ്, ഓൺ ആൻഡ് ഓഫ് നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ട് എന്നും കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക. ഈ പൈൽ ചൂസ് ചെയ്തവർക്ക് ഓരോ കാർഡ് ഓരോരുത്തർക്കായിരിക്കും റെസനേറ്റ് ചെയ്യുന്നുണ്ടാവുക. എത്രത്തോളം റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഒരു ചെറിയ റീഡിങ് തന്നെയാണ് ഇന്നും ഇട്ടിരിക്കുന്നത് കേട്ടോ. വീക്കെൻഡാണ്, നിങ്ങൾക്ക് ഒരുപാട് സമയം ഇരുന്ന് കാണാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ടവർ ഇതിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം. വാട്സാപ്പ് ചെയ്യുക, കോൾ ചെയ്യരുത്. ഓക്കെ, കോൾ ചെയ്താൽ ഞാൻ എടുക്കണ്ടാവില്ല. ഞാൻ വേറെ റീഡിങ്ങിലൊക്കെയാണ്, എനർജി മിക്സ്ഡപ്പ് ആയി പോകും. അതുകൊണ്ട് ഞാൻ കോൾസ് അറ്റൻഡ് ചെയ്യില്ല. മെസ്സേജ് അയച്ചോളൂ, മെസ്സേജിന് ഞാൻ റിപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്ലൈ ചെയ്തില്ല, കുറച്ച് വെയിറ്റ് ചെയ്യുക. ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും കേട്ടോ. എല്ലാ മെസ്സേജസിനും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണേ. അതേപോലെ സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ നിങ്ങളുടെ എനർജി ത്രൂ ആണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് കണക്റ്റ് ആവണമെങ്കിൽ നമ്മളുടെ ഇടയിൽ ഒരു ലിങ്ക് വേണം. ആ ലിങ്ക് എന്താണ്? അതാണ് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, അതൊന്ന് ചെയ്തു തരാം കേട്ടോ. അടുത്ത ലൈവ് എപ്പോഴാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ തന്നെ അനൗൺസ് ചെയ്യാം. ഇച്ചിരി ഒരു 2-3 ദിവസം ഒന്ന് സമയം തരിക കേട്ടോ. അപ്പോൾ വേറെന്താണ്, ഒരു റിലേഷൻഷിപ്പിൽ തീരെ ക്ലാരിറ്റി കിട്ടാത്തൊരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ്ങിന് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും സേഫായിരിക്കുക, ഹാപ്പി ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. എല്ലാം പോസിറ്റീവായി തന്നെ വരുമെന്ന് ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.